ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഉഴുന്നുവടയാണ്. വളരെ പെട്ടെന്ന് നല്ല സോഫ്റ്റായിട്ട് കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഉഴുന്നുവടയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഉഴുന്നുവട എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. ഉഴുന്നുവട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് ഉഴുന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 1/2 കിലോ ഉഴുന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 6 to 7 മണിക്കൂർ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഉഴുന്നൊക്കെ നല്ലോണം ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ച് എടുക്കണം. അപ്പോൾ ഇതിലേക്ക് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പകുതി ഉഴുന്ന് ഇട്ട് കൊടുത്തിട്ട് ആദ്യം അരച്ചെടുക്കാം. 2 പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഉഴുന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉഴുന്നിൻ്റെ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഐസ് ക്യൂബ് ചേർത്തിട്ട് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ ഞാൻ ആദ്യം അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി വെള്ളത്തിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഒരു 2 ടീസ്പൂൺ കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതേ രീതിയിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത ഉഴുന്നിനെ നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം കൂടി ഉഴുന്നിട്ടിട്ട് ഇതേ രീതിയിൽ നമുക്ക് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ വെള്ളം കൂടിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ ഉഴുന്നൊക്കെ നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അരച്ചെടുത്ത ഉഴുന്നിനെ ഒക്കെ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. കയ്യിൽ എടുക്കുമ്പോൾ ഇതേ രീതിയിൽ നമുക്ക് വിട്ട് കിട്ടണം. ഇനി ഇതിലേക്ക് പച്ചരിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂണ് ആദ്യം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി 1 സ്പൂൺ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം ഒന്ന് ചേർത്ത് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ മാവ് നല്ല ലൂസായിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ഉഴുന്ന് മാവിന് കിട്ടിയിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഉഴുന്നുവടയ്ക്ക് നല്ല രുചി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചേരുവകളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ആദ്യമായിട്ട് ഞാനിവിടെ ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 10 അല്ലി ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു ചെറിയ തുണ്ട് ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് കായപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ടുണ്ടെങ്കിൽ പച്ചമുളകും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. കൈകൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് മാവിന് ഇതേപോലെ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് എണ്ണ ഒന്ന് ചൂടാക്കി എടുക്കണം. ഒരു ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഉഴുന്ന് മാവിന് നമ്മൾ കയ്യിൽ ഒന്ന് വെള്ളം മുക്കിയെടുത്തിട്ട് അതേ കയ്യിൽ തന്നെ ഉഴുന്ന് മാവിനിട്ടിട്ട് ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. പരത്തിയെടുത്തിട്ട് ഒരു ഓട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഉഴുന്നുവട ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഇട്ട് കൊടുക്കാം. നല്ല ചൂടായ എണ്ണയിലേക്ക് ഓരോ ഉഴുന്ന് വട ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് സ്റ്റൗ ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ആദ്യത്തെ ഉഴുന്ന് വട നമുക്കൊന്ന് നല്ലോണം വേഗം ഒന്ന് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മൾ സ്റ്റൗ ഒന്ന് കുറച്ച് ലോ ആക്കിയിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉഴുന്ന് വടക്ക് ഓരോന്നായിട്ടും മൊരിഞ്ഞ് വരുന്നുണ്ട്. പുറമേ നല്ല ക്രിസ്പി ആയിട്ടാണ് നമ്മുടെ ഉഴുന്നുവട നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉഴുന്നുവടക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് കോരി മാറ്റാം. ഇനി അടുത്തതായിട്ട് ഇതേപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഓരോ പ്രാവശ്യം കൈ വെള്ളത്തിൽ മുക്കിയിട്ട് മാവ് എടുക്കുമ്പോൾ നമുക്ക് ഉഴുന്നുവടയുടെ ഓട്ട കറക്റ്റായിട്ട് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം മാവ് എടുക്കുമ്പോൾ വെള്ളത്തിൽ കൈ മുക്കിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഇതേപോലെ ഓട്ട നമുക്ക് ഇടാൻ പറ്റും ഉഴുന്നുവടയ്ക്ക്. അപ്പോൾ നമ്മുടെ ഉഴുന്നുവടയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ പുറമേ നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട നമുക്ക് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.